നമസ്കാരം. ഞാൻ ഒരു വീഡിയോയിൽ വന്നത് നമ്മുടെ ഭാരത് ബന്ദിൻ്റെ അന്ന് ഞാനൊരു വീഡിയോ ഇടുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോയ്ക്ക് കനത്ത രീതിയിലുള്ള പ്രതികരണമാണ് കിട്ടിയത്. അത് നെഗറ്റീവ് കമൻറ്റുകളാണ്. നമ്മൾ ആ വീഡിയോയിലൂടെ ഉദ്ദേശശുദ്ധി ആയിരുന്നില്ല ജനങ്ങൾ ചോദ്യം ചെയ്തത്. അവരെ നെഗറ്റീവായിട്ട് എടുത്തുകൊണ്ടാണ് ആ ഒരു കാര്യത്തെ അവർ ചർച്ച നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ 9-ാം തീയതിയിലെ ഭാരത് ബന്ദ് നമ്മുടെ BJPയുടെ ട്രേഡ് യൂണിയൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ട്രേഡ് യൂണിയനുകളും സഹകരിച്ചുകൊണ്ട് നടത്തുന്ന സമരമായിരുന്നു. ആ സമരത്തിൽ BJP ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സമരമായിരുന്നു നടത്തിയത്. അപ്പോൾ ഏകദേശം ഒരു 15 കൂട്ടം കാര്യങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്ന് സമരത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ആ 15 കൂട്ടം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 1946 ഫാക്ടറീസ് ആക്ട് അനുസരിച്ച് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അത് 10 തൊഴിലാളികളെങ്കിലും ഉണ്ടാവണമെന്നാണ് നിയമം. അതുപോലെ തന്നെ വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിക്കുന്ന 20 തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവും ഫാക്ടറീസ് ആക്ടിൽ പെടുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം അനുസരിച്ച് അത് യഥാക്രമം 20ഉം 40ഉമാക്കി ഉയർത്തിയിരിക്കുന്നു. അതിൻ്റെ തൽഫലമായി ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്നാന്ന് വെച്ചാൽ ആ ചെറുകിട തൊഴിലാളി സംരംഭങ്ങളെല്ലാം ഫാക്ടറീസ് ആക്ടിൽ പെടില്ല. അതായത് 10ഉം 20ഉം ചെറിയ തൊഴിലാളികളെ വെച്ച് നടത്തുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോഴത്തെ പുതിയ നിയമത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. സമരത്തിലൂടെ രണ്ടാമത് നമ്മൾ ഉയർത്തുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ പുതിയ ലേബർ കോഡ് അനുസരിച്ച് 300 അതിൽ താഴെ തൊഴിലാളികളുള്ള ഒരു സ്ഥാപനത്തെ ഏത് സമയം വേണമെങ്കിലും തൊഴിലുടമയ്ക്ക് അത് പൂട്ടി പോകാവുന്ന തരത്തിലുള്ള ഒരു അനുകൂല നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരികയുണ്ടായി. പക്ഷേ ഇതിനു മുമ്പ് 100 തൊഴിലാളികളുള്ള സ്ഥാപനം വരെ അത് അടച്ചുപൂട്ടുന്നതിന് വേണ്ടി അത് സർക്കാരിൻ്റെ അനുമതി വേണമായിരുന്നു. ആ അനുമതി എടുത്തു കളഞ്ഞ് ഒരു തൊഴിലുടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും തൊഴിലാളികളെ തൊഴിൽ ഇല്ലാതാക്കുവാനും അവരുടെ തൊഴിൽ നശിപ്പിക്കുവാനും കഴിയുന്ന തരത്തിലേക്ക് ഈ ഒരു നിയമത്തിൽ തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് നമുക്ക് വിവിധ ഫോറങ്ങളെ ആശ്രയിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ ഒരു സംവിധാനം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ളത് കോൺസുലേഷൻ ഓഫീസർ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ എന്നീ 2 ഫോറങ്ങളാക്കി മാത്രം ചുരുക്കുകയാണ് ഉണ്ടായത്. അത് തൊഴിലാളികളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന ഒരു നിയമമായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്തത് നമ്മൾ സമരത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 300 തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനത്തിൽ പെരുമാറ്റച്ചട്ടം എന്നുള്ള ആ ഒരു രീതി അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് ഏത് രീതിയിൽ വേണേലും പ്രവർത്തിക്കാം. അവരെ അഴിച്ചുവിടുന്ന ഒരു രീതിയാണ്. ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അങ്ങനെ പോകാൻ പാടില്ല. ഒരു പെരുമാറ്റച്ചട്ടമൊക്കെ ഉണ്ടാവണം. അത് ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 300 തൊഴിലാളികൾ വരെ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ അത് പെരുമാറ്റച്ചട്ടം എടുത്തു കളഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. അത് നമ്മുടെ ഈ ഒരു സംവിധാനത്തെ ഒരു വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. തൊഴിലുടമകൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് തൊഴിലാളികളെ നിയമിക്കുവാനും പുറത്താക്കാനുമുള്ള ഒരു മുതലാളി അനുകൂല നിയമം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുകയാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു നയം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ 51% തൊഴിലാളികളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഒരു ട്രേഡ് യൂണിയന് ആ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്ത് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തൊഴിലാളി യൂണിയൻ എതിരെയുള്ള ഒരു നയവും ഒരു റൂളും കൊണ്ടുവന്നിരിക്കുകയാണ്. തൊഴിലാളി സമരങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി തൊഴിലാളികളുടെ കൂട്ട ക്യാഷ്വൽ ലീവ് എടുക്കുന്ന ആ ഒരു രീതി അത് റദ്ദാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. തൊഴിൽ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു 14 ദിവസത്തിന് മുമ്പ് നോട്ടീസ് നൽകണമെന്നുള്ള പുതിയ നിയമമാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്.
ഇത് വളരെ വിചിത്രകരമായിട്ടുള്ള ഒരു നിയമമാണ്. കാരണം നമ്മൾ ഒരു സമരം പൊട്ടിപ്പുറപ്പെടുന്നത് അല്ല ഒരു സമരം ഉണ്ടാകുന്നത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു ആകസ്മികമായിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു 14 ദിവസം മുമ്പ് നമുക്ക് നോട്ടീസ് കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണവുമാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. തൊഴിലിടങ്ങളിൽ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് തൊഴിലാളികൾക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരവും പരിരക്ഷയും നൽകേണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിയമം മൂലം പാസ്സാക്കിയിരിക്കുന്നു. എന്തു വിചിത്രമായ നിയമമല്ലേ ഇത്! തൊഴിലാളി വിരുദ്ധ നയം തന്നെ പറയേണ്ടിയിരിക്കുന്നു. തൊഴിൽ സമയം 12 മണിക്കൂർ വരെയാക്കി ഉയർത്തിയിരിക്കുന്നു. തൊഴിലുടമകളുടെ ആവശ്യമനുസരിച്ച് കരാർ തൊഴിലാളികളെ നിയമിക്കുവാനും അവരെ പുറത്താക്കുവാനുള്ള ഒരു അവകാശം അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്നു. 1961 അപ്രന്റീസ് ആക്ട് പ്രകാരം ഒരു തൊഴിലുടമയ്ക്ക് ഒരു തൊഴിലാളിയെ 1 വർഷത്തേക്കായിരുന്നു അപ്രന്റീസായി നിയമിക്കാമായിരുന്നത്. പക്ഷേ ഇന്ന് അത് കേന്ദ്ര ഗവൺമെന്റ് മാറ്റിയിരിക്കുന്നു. ഒരു തൊഴിലുടമയ്ക്ക് എത്ര വർഷം വേണമെങ്കിലും ഒരു തൊഴിലാളിയെ അപ്രന്റീസായി നിയമിക്കാവുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ഇതൊക്കെ എന്ത് വിചിത്രകരമായിട്ടിരിക്കുന്നു അല്ലേ? പ്രിയമുള്ളവരെ, ഏകദേശം 15ഓളം തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കഴിഞ്ഞ ദിവസത്തെ പണിമുടക്ക് നടത്തിയത്. ഞാൻ വീഡിയോയ്ക്ക് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിയോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നർമ്മം കലർത്തി ഒരു വീഡിയോ ചെയ്തത്. അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും നെഗറ്റീവ് കമൻസുകൾ അനേകം വരികയുണ്ടായി. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മളെ പണിമുടക്ക് എന്നുള്ളത് ഉദ്ദേശിച്ചത് എന്തൊക്കെ കാര്യങ്ങളിലേക്ക് വേണ്ടിയാണെന്നുള്ളത് നമ്മുടെ എല്ലാ ജനങ്ങളിലേക്കും എത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതും. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ആർക്കെന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ തുടർന്നും വീഡിയോകൾ ചെയ്യുന്നതാണ്. നല്ല നർമ്മം കലർത്തിയ വീഡിയോകളും ആനുകാലിക പ്രസക്തമായിട്ടുള്ള വീഡിയോകളുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ടും സഹകരണവും തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.